ഭക്തിസാന്ദ്രമായി ചോറ്റാനിക്കരയും ആറ്റുകാലും. മകം തൊഴലിനായി ഉടൻ ശ്രീകോവിൽ നട തുറക്കും. രാത്രി 9:30 വരെ ദർശനം നടത്താം. നാളെയാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ നാളെ പൊങ്കാല അർപ്പിക്കും. സൂര്യശ്രീ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും മേഘരാമുരളി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ചേരുകയാണ്. ആദ്യം സൂര്യയിലേക്ക് പോകുന്നു. സൂര്യ, അവിടെ ഭക്തരുടെ വലിയ നീണ്ട നിര രാവിലെ മുതലുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സർവാഭരണ വിഭൂഷിതയായ ദേവിയെ നെയ്ത്തിരിവിളക്കിന്റെ ആ കാന്തയിൽ തന്നെ ഭക്തർക്ക് കാണുവാനുള്ള നട തുറന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകം തൊഴിലിനായി നട തുറന്നിരിക്കുകയാണ്. ലക്ഷോപലക്ഷം ആളുകളാണ് ദേവിയെ ഈ സർവാഭരണ വിഭൂഷിതയായ വലത് കൈയിൽ തങ്കതോളകൾ ചാർത്തി 3 ഇച്ഛാശക്തിയോടും ക്രിയാശക്തി, ജ്ഞാനശക്തി, അങ്ങനെ എല്ലാ ശക്തികളോടും ചേർന്ന ദേവിയെ കാണുവാനായിട്ട് മണിക്കൂറുകളായി കാത്തുനിന്ന ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചോറ്റാനിക്കര ദേവിയെ കാണുവാനുമായി കാത്തു നിൽക്കുകയാണ്. എങ്ങും ശരണമന്ത്രങ്ങൾ മാത്രമാണ്. അമ്മേ നാരായണ, ദേവി നാരായണ മന്ത്രങ്ങൾ മാത്രമാണ് എങ്ങും കാണുന്നത്. കുംഭമാസത്തിലെ മകം നാളിൽ മിഥുനം ലഗ്നത്തിലാണ് മകം തൊഴൽ ചടങ്ങുകൾ ആരംഭിക്കുക. പണ്ട് വില്ലുമംഗലം സ്വാമിയാർക്ക് ഈ മിഥുനം ലഗ്നത്തിലാണ് ഇത്തരത്തിൽ ദേവി സർവാഭരണ വിഭൂഷിതയായിട്ട് ദർശനം നൽകിയത്. ഇതിൻ്റെയുള്ള ആചാരമായിട്ടാണ് വർഷാവർഷം തോറും ഇത്തരത്തിൽ മകം തൊഴൽ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഭക്തരെല്ലാം തന്നെ ലക്ഷോപലക്ഷം ആളുകളാണ് ഇന്നലെ രാത്രി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.